പ്രിയേ പ്രാണനെ. രചന ജിഫ്ന നിസാർ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. തലേന്ന് അവനായി പ്രിയ ഒരുക്കിയ മുറിയിലേക്കാണ് ആദ്യം അവനെ കൊണ്ടുപോയത്. മുറിയിലേക്ക് എത്തിയതും കിടക്കയിലേക്ക് വീഴാൻ വെപ്രാളം കാണിച്ചവനെ ആദ്യം മുറുകെ പിടിച്ചു. അയ്യോ, കിടക്കാനായില്ലടാ മക്കളെ, കുളുകുളു കുളിക്കണ്ടേ? ആദ്യം സഞ്ജുവിനെ താടിൽ പിടിച്ച് കൊഞ്ചിക്കുന്ന പോലെ ചോദിച്ചു. എനിക്ക് ഉറക്കമായിരുന്നു. സഞ്ജുവിന്റെ മുറിഞ്ഞു പോകുന്ന വാക്കുകൾ. അയ്യടാ പാവം. ആദ്യം അവനെ നോക്കി പല്ലടിച്ചു. നടക്കണ കുളിമുറിയിലേക്ക്. അവന്റെ ഒരു ഒടുക്കത്തെ ഉറക്കം. നിന്നെ ഞാൻ ഇന്നൊന്ന് ഉറക്കുന്നുണ്ട്. ആദ്യം വീണ്ടും സഞ്ജുവിനെ പിടിച്ചു വലിച്ചു. ബാത്റൂമിലെ ചുമരിലേക്ക് അവനെ ചാരി നിർത്തുമ്പോൾ ആദ്യം കിതച്ചു പോയിരുന്നു. നടുവിന് കൈകുത്തി ഒരു നിമിഷം നിന്നിട്ട് അവൻ കിതപ്പൊതുക്കി. ഇട്ടിരുന്ന പാന്റ് കുറച്ച് മടക്കി ആദ്യം നിവർന്നു. സഞ്ജു വലിയ ശബ്ദത്തോടെ ഛർദ്ദിച്ചതും ഒരുമിച്ചാണ്. ആദ്യം ഒരു നെടുവീർപ്പോടെ അവനെ നോക്കി. സാരമില്ലടാ, ഇപ്പൊ ശരിയാവും. ആവശ്യതയോടെ ചുമരിൽ ചാരി അവന്റെ കവിളിൽ തട്ടി ആദ്യം അലിവോടെ പറഞ്ഞു. ഇത്രമാത്രം ദയനീയമായ ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തിയിരിക്കണമെങ്കിൽ ആ മനസ്സെത്ര പൊള്ളിപ്പിടയുന്നുണ്ടാവുമെന്ന് ആദിക്ക് മനസ്സിലായി. അതുവരെയും സഞ്ജുവിനോട് തോന്നിയ ചെറിയ നീരസം പോലും ആ നിമിഷം ആദിയിൽ നിന്ന് അകന്നു പോയിരുന്നു. ഷർട്ടിന്റെ കൈ ഒന്നുകൂടെ വലിച്ചുകയറ്റിക്കൊണ്ടവൻ ഛർദ്ദിച്ച് മുഴുവൻ വെള്ളമടിച്ച് കഴി. ശേഷം ചുമരിൽ ചാരി നിൽക്കുന്ന സഞ്ജുവിനെ പിടിച്ചു വലിച്ച് ഷവറിന്റെ കീഴേക്ക് നിർത്തി അത് തുറന്നു വിട്ടു. സഞ്ജു ഒന്ന് വെട്ടിവറച്ചുകൊണ്ട് തലകുടഞ്ഞു. അവനിൽ നിന്നും കുറച്ച് മാറി നിന്നിട്ട് ആദ്യം അവനെ തന്നെ സൂക്ഷിച്ചു നോക്കി. ഏകദേശം 10 മിനിറ്റോളം അവനെ അങ്ങനെ നിർത്തിയതിനു ശേഷം ആദ്യം ഷവർ ഓഫ് ചെയ്തു. ടവൽ വലിച്ചെടുത്തുകൊണ്ട് ആദ്യം തന്നെയാണ് സഞ്ജുവിന്റെ തല തുടച്ചത്. ടവൽ മാറ്റുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന കണ്ടതും ആദിക്ക് വീണ്ടും വേദനിച്ചു. വെളുത്ത കവിളിൽ അപ്പോഴും പ്രിയയുടെ കൈയിന്റെ പാട് തിണർത്തി കിടപ്പുണ്ട്. ശരിയാവും, കരയിലടാ. അലിവോടെ അവന്റെ നനഞ്ഞ മുഖം തന്റെ ചുമലിൽ ചേർത്ത് വെച്ചുകൊണ്ട് ആദ്യം അവന്റെ പുറത്ത് തട്ടി. പക്ഷേ തൊട്ടടുത്ത നിമിഷം അവൻ ഇറുകിയപ്പെടുന്നുകൊണ്ട് സഞ്ജു പൊട്ടിക്കരഞ്ഞിരുന്നു. ഹൃദയം നിലച്ചതുപോലെ ആദ്യം ഒരു നിമിഷം വെട്ടിവിറച്ചു. സാരില്ലടാ, കരയണ്ട, ഞാനില്ലടാ നിന്റെ കൂടെ. നീ ടെൻഷനാവല്ലേ? നമ്മൾ റെഡിയാക്കി എടുക്കുമല്ലോ. പിന്നെന്താ, പോട്ടടാ, പോട്ടെ, വിട്ടേക്കടാ, കമോൺ. ആദ്യം അവനെ തിരികെപ്പെടുന്നുകൊണ്ട് ആ പുറത്ത് തടവി. സഞ്ജുവിന്റെ ദേഹത്തുള്ള നനവ് ആദിയിലേക്കും പടർന്നിരുന്നു. നിമിഷങ്ങളോളം അതേ നിൽപ്പ് തുടർന്നിട്ട് ആദി സഞ്ജുവിനെ പതിയെ അടർത്തി മാറ്റി. അപ്പോഴും അവൻ മുഖം കുനിച്ച് നിൽപ്പാണ്. നനഞ്ഞ ഡ്രസ്സ് മാറി സഞ്ജു, ഇനി പനി പിടിപ്പിക്കണ്ട, ഞാൻ പോയിട്ട് എൻ്റെ ഒരു ഡ്രസ്സ് എടുത്തുകൊണ്ട് വരാം. ടവൽ അവനെ ഏൽപ്പിച്ചുകൊണ്ട് ആദ്യം പുറത്തേക്ക് ഇറങ്ങി. പാൻറ് നേരെയാക്കി അവൻ മുറിയിലേക്ക് നടക്കുമ്പോഴും കണ്ണുകൾ പ്രിയയെ തിരയുന്നുണ്ടായിരുന്നു. അവന്റെ മുറിയിലെ ഷെൽഫിൽ നിന്നും ആദ്യം അവന്റെ ഒരു ബർമുഡയും ടീഷർട്ടുമായി ചെല്ലുമ്പോൾ ടവൽ എടുത്തുകൊണ്ട് സഞ്ജു പുറത്തേക്ക് ഇറങ്ങി നിന്നിരുന്നു. ആദ്യ കയ്യിലുള്ള ഡ്രസ്സ് അവന് നേരെ നീട്ടി. ആദ്യം മുഖമുയർത്തി നോക്കാതെ തന്നെ സഞ്ജു അത് കൈനീട്ടി വാങ്ങി. ആദ്യം അവനോടൊന്ന് ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ ബാത്റൂമിൽ കയറി അവന്റെ നനഞ്ഞ വസ്ത്രങ്ങൾ പിഴിഞ്ഞെടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അടുക്കളയിലെ ബാസ്ക്കറ്റിലാ കൊണ്ടിട്ട് തിരികെ വരുമ്പോഴും അവന്റെ കണ്ണുകൾ പ്രിയയെ തിരിഞ്ഞു. പകൽ അവൾ ഉപയോഗിക്കാറുള്ള മുറിയുടെ വാതിൽ ചാരിയിട്ട് കാണെ ആദ്യം അങ്ങോട്ട് ചെന്നു. അവിടെയുണ്ട്. മങ്ങിയ വെളിച്ചമേ ഉള്ളൂ. പക്ഷെ പുറംതിരിഞ്ഞ് കിടക്കുന്ന അവളാണെന്നറിഞ്ഞതും അവൻ ആശ്വാസത്തോടെ തിരിഞ്ഞടന്നു. തിരികെ സഞ്ജുവിന്റെ അരികിലെത്തിയപ്പോഴേക്കും അവൻ ഡ്രസ്സ് മാറി കിടക്കയിൽ കമിഴ്ന്ന് കിടപ്പുണ്ട്. വല്ലതും കഴിച്ചിട്ട് കിടക്കണം. ആദ്യം സഞ്ജുവിന്റെ ചുമലിൽ തട്ടി വിളിച്ചു. എനിക്ക് വേണ്ടടാ. അടഞ്ഞുപോയ ശബ്ദത്തിൽ സഞ്ജു പറഞ്ഞു. കൂടുതൽ നിർബന്ധിച്ചോണെ ബുദ്ധിമുട്ടിക്കാൻ തോന്നാത്തതുകൊണ്ട് ആദ്യം മുറിയിലെ ലൈറ്റ് അണച്ചുകൊണ്ട് ഫാൻ ഇട്ട് കൊടുത്ത് വാതിൽ ചാരി മുറി വിട്ടിറങ്ങി. അവൻ ഉറങ്ങട്ടെ, ഒന്നിറങ്ങി എഴുന്നേറ്റ കുറച്ച് ആശ്വാസം കിട്ടും. നേരെ മുൻവശത്ത് വാതിൽ തുറന്നുകൊണ്ട് ആദ്യം പുറത്തേക്ക് ഇറങ്ങി. ഉമ്മരത്തെ തിന്നിൽ പുറത്തേക്ക് കാല് നീട്ടിയിരിക്കുമ്പോൾ ടൗണിലെ ബാറിൽ നിന്ന് സഞ്ജുവിനെ കണ്ടിട്ടുമ്പോഴുള്ള അവസ്ഥയായിരുന്നു ആദിയുടെ ഉള്ളു മുഴുവനും. അവൻ അവിടെ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സുഹൃത്ത് വിളിക്കുമ്പോൾ അതവനാവില്ല, നിനക്ക് ആള് മാറിയെന്ന് അവനോട് ആണയിട്ട് പറഞ്ഞ് കൂട്ടുകാരന് അത്രമാത്രം വിശ്വാസമായതുകൊണ്ട് തന്നെയായിരുന്നു. പക്ഷേ അത് സഞ്ജീവ് ബാലകൃഷ്ണൻ തന്നെയാണെന്ന് വിളിച്ചവൻ ഇങ്ങോട്ടും ആണയിട്ട് തർക്കിക്കാൻ തുടങ്ങിയപ്പോൾ അവന് മുന്നിൽ ജയിച്ച് കാണിക്കാനാണ് ഓടി ഇറങ്ങിപ്പോയത്. പക്ഷെ അകത്തേക്ക് കയറുമ്പോൾ അവൻ ചൂണ്ടിക്കാണിച്ച വിരലിനറ്റത്ത് ടേബിളിൽ നിറഞ്ഞിടക്കുന്ന മദ്യക്കുപ്പികൾക്കിടയിൽ കണ്ട മുഖം അത് സഞ്ജുവിൻ്റെയാണെന്നറിഞ്ഞ നിമിഷം തോന്നിയ വിറയിലും ഹൃദയമിടിപ്പവും. അപ്പോഴും ആദ്യം വിട്ട് പോയിട്ടില്ല. പാതിമുക്കാലും ബോധം പോയവനെയും വാരിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പലവട്ടം കാലിടറിയത് കൂട്ടുകാരന്റെ മനസ്സിന്റെ വേവ് അറിഞ്ഞതുകൊണ്ടായിരുന്നു. അത്രമാത്രം സഹിക്കാൻ വയ്യായിട്ട് തന്നെയാവും അവനിത് ചെയ്തതെന്ന് അപ്പോഴും മനസ്സിനോട് പറയുന്നുണ്ടായിരുന്നു. കാറിലേക്ക് അവനെ താങ്ങിയിരുത്തി ഡോറടച്ചു. തിരികെ ചെന്നിട്ട് ബാറിലെ ബില്ല് പേ ചെയ്തു. ആ ബാറിന് മുമ്പിൽ നിർത്തിയിട്ട് അവന്റെ ബൈക്ക് കുറച്ചുകൂടി അകത്തേക്ക് ആരും കാണാത്ത വിധം ഒതുക്കിയിട്ട് ചാവി ഊരി. അതിൽ തൂങ്ങിക്കിടന്ന അവന്റെ ഓഫീസ് ബാഗ് കൂടി തോളിലേക്ക് ഇട്ടുകൊണ്ട് തിരിഞ്ഞു കിടന്നു. സഞ്ജുവിന്റെ പാതിയും ബട്ടൺ അഴിഞ്ഞു കിടക്കുന്ന ഷർട്ടിന്റെ ബട്ടണെല്ലാം പിടിച്ചിട്ട് കൊടുത്തു. സീറ്റ് ബെൽറ്റ് മുറുക്കി അവനെ സേഫാക്കി ഇരുത്തി. പോക്കറ്റിൽ ഫോണും വാലറ്റും ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് കാറുമായി തിരികെ പോകുന്നത്. ഈ അവസ്ഥയിൽ അവനെയും കൊണ്ട് എങ്ങോട്ട് പോകുമെന്നൊരു ആശങ്കയുണ്ടായിരുന്നു.
ഒറ്റയ്ക്ക് അവനെ വീട്ടിലേക്ക് വിടാൻ വയ്യ. മനസ്സ് തകർന്നു നിൽക്കുന്നവരാണ് ബാലിശമായ പല തീരുമാനങ്ങളും നിമിഷങ്ങൾ കൊണ്ട് എടുക്കാറുള്ളത്. അങ്ങനെയുള്ളപ്പോൾ അതുപോലൊരവസ്ഥയിൽ ഒറ്റക്കാവ് കൂടി ചെയ്താൽ അതിന് കൂടുതൽ വളമാവും. പകരം ആ അവസ്ഥയിൽ നിന്നൊന്ന് കൈപിടിക്കാൻ ഒരാളുണ്ടായാൽ, ചേർന്നിരിക്കാൻ ഒരിടമുണ്ടായാൽ പലരും മരണത്തിലേക്ക് നടന്നുപോയില്ലായിരിക്കാം. വീടെത്തുന്നിടത്തോളം ആദിയുടെ ഹൃദയമിടിപ്പും കൂടിയിരുന്നു. പക്ഷേ ദൈവം അവൻ്റെ ആ ഹൃദയ ചൂടറിഞ്ഞ പോലൊരു വിളിയെത്തി മാഷിൻ്റെ. അത്യാവശ്യമായി ടൗണിൽ പോകണമെന്നും പ്രിയ വീട്ടിൽ ഒറ്റക്കാണെന്നും പെട്ടെന്ന് ചെല്ലാനുമായുള്ള ആ വിളിയിൽ ആദിക്ക് ശ്വാസം തിരികെ കിട്ടിയതുപോലൊരു ആശ്വാസമാണ് തോന്നിയത്. സഞ്ജു അതൊന്നും പറയാൻ സീറ്റിൽ കണ്ണടച്ച് കിടപ്പുണ്ട്. പക്ഷേ വന്നിറങ്ങിയ ഉടനെ പെങ്ങളുടെ വക കിട്ടിയ ഗിഫ്റ്റ് അത് ആദിയുടെ പരിഗണനയിൽ ഇല്ലാതിരുന്നുകൊണ്ട് അവനതിൽ നിന്നും സഞ്ജുവിനെ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞില്ലെന്നതൊഴിച്ചാൽ ബാക്കിയെല്ലാം പെർഫെക്റ്റ് ഓക്കെ. സഞ്ജുവിനെ ഓർക്കുമ്പോഴൊക്കെയും ആദിയുടെ മനസ്സ് കടഞ്ഞു. ഇനി എങ്ങനെയാണ് അവനെ ഒന്ന് പഴയ അവസ്ഥയിലേക്ക് ആക്കിയെടുക്കുകയെന്നാണ് അവൻ അവിടെ ഇരുന്ന് ആലോചിച്ച് കൂട്ടിയത് മുഴുവനും. മാധവ് മാഷ് തിരികെ വരുവോളം ആദി അതേ ഇരിപ്പ് തുടർന്നു. ഇതെന്താ ആദി പുറത്തിരിക്കുന്നേ? മാഷി ചിരിയോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല മുതച്ച. അവനും ചെറിയൊരു ചിരിയോടെ പറഞ്ഞു. മോളെന്തിയേ? അകത്തുണ്ട്. ആദി അകത്തേ ചൂണ്ടി. എന്തേ രണ്ടുകൂടി വീണ്ടും വഴക്കുണ്ടാക്കിയോ? ആദി ചിരിയോടെ ഇല്ലെന്ന് തലയാട്ടി. അവര് രണ്ടുപേരും കൂടിയാണ് അകത്തേക്ക് കയറിയത്. മാഷ് വന്നതറിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു പ്രിയ അങ്ങോട്ട് ഇറങ്ങി വന്നിരുന്നു. എന്തേ മോളെ, കിടപ്പായിരുന്നോ? വയ്യേ? മാഷ് അവളെ കണ്ടതും വാത്സല്യത്തോടെ ചോദിച്ചു. ഒന്നുമില്ല മുത്തശ്ശ, ഞാൻ വെറുതെ കിടന്ന. പ്രിയ ചിരിയോടെയാണ് മാഷിനോട് പറഞ്ഞത്. പക്ഷെ ആദ്യം നോക്കിയ തൊട്ടടുത്ത നിമിഷം അവളുടെ മുഖം വീർത്തതും അവന് ചിരി വന്നു. മാഷ് കാണാതെ അവനും അവൾ വീർപ്പിച്ചു വെച്ച പോലെ അവൾ വീർപ്പിച്ച് കാണിച്ചു. എങ്കിൽ പിന്നെ നമുക്ക് കഴിച്ചാലോ? സമയം 9 കഴിഞ്ഞു. നല്ല ക്ഷീണം. കിടന്നാ ചിലപ്പോൾ ഇന്ന് അത്താഴം കഴിക്കാനൊരു എഴുന്നേൽപ്പുണ്ടാവില്ല. മാഷ് പറഞ്ഞു കേട്ടതും പ്രിയ തലവിലുക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് ചെന്നു. ആദ്യം അവൾക്ക് പിറകെ പോകുന്നത് മാഷ് ഒരു പുൻസിരിയോടെ നോക്കി നിന്നു. ഒരക്ഷരം മിണ്ടാതെ അവൾ ചൂടാക്കി എടുത്തു വെക്കുന്ന ഓരോന്നും എടുത്ത് മേശയിൽ കൊണ്ടുവച്ചതല്ലാതെ ആദ്യമൊന്നും മിണ്ടുന്നില്ല. പക്ഷെ അവൾ കാണാതെ അവനൊരു ചിരി ഒളിപ്പിച്ച് പിടിക്കുന്നുണ്ടായിരുന്നു അപ്പോഴെല്ലാം. ഒടുവിൽ കഴിക്കാനിരിക്കുമ്പോഴും പ്രിയയുടെ കണ്ണുകൾ കൂടെ കൂടെ സഞ്ജു കിടക്കുന്ന മുറിയുടെ നേരെ നീളുന്നുണ്ടായിരുന്നു. അവൻ കഴിച്ചിട്ട് വന്നാണെന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചിരുന്നു. അവളുടെ മുഖത്ത് സങ്കടം കണ്ടതും പിന്നെയും ആ നോട്ട് അവഗണിക്കാൻ തോന്നാതെ ആദ്യം പറഞ്ഞതും പ്രിയ അവനെയൊന്ന് നോക്കി കഴിക്കുന്നത് തുടർന്നു. ആഹാ, സഞ്ജു വന്നിട്ടുണ്ടോ? മാഷും സഞ്ജു കിടക്കുന്ന മുറിയുടെ നേരെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. ആ. മാഷിനോട് ഉത്തരം പറയുമ്പോഴും ആദിയുടെ കണ്ണുകൾ പ്രിയക്ക് നേരെയാണ്. അവൾ എന്തെങ്കിലും വിളിച്ചു പറയുമോ എന്നൊരു ഭയമുണ്ടായിരുന്നു അവൻ അപ്പോഴും. ദേഷ്യം വന്നാൽ കണ്ണു കാണാത്തവളാണെന്ന് അവനും അറിയാമല്ലോ. പക്ഷെ അവളെപ്പോഴും മുഖം കുനിച്ചിരുന്ന് കഴിപ്പാണ്. എന്നിട്ടെന്താ അവൻ നേരത്തെ കിടന്ന്? മാഷിനെ നെറ്റി വിളിഞ്ഞു. അവന് നല്ല തലവേദനയെന്ന് പറഞ്ഞ് കിടന്നുറങ്ങി. ആദി പറയുന്ന കേട്ടതും പ്രിയ മുഖമുയർത്തിക്കൊണ്ട് അവനെ ഒന്ന് തുറിച്ചു നോക്കി. പ്ലീസ്, അപേക്ഷ പോലെ ആദ്യമല്ലേ കണ്ണു ചുരുക്കിക്കൊണ്ട് ചുണ്ടുകളിൽ അവൾക്ക് മാത്രം മനസ്സിലാവുന്ന വിധത്തിൽ പറഞ്ഞതും പ്രിയ പുച്ഛത്തോടെ വീണ്ടും മുഖം താഴ്ത്തി. ആദി ശ്വാസം എടുത്തുകൊണ്ട് കഴിപ്പ് തുറന്നു. മാഷ് ടൗണിൽ പോയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ആദി അതിനെല്ലാം മൂളുന്നുണ്ടെങ്കിലും പ്രിയ തീർത്തും മൗനത്തിലായിരുന്നു. ഉറങ്ങിക്കിടക്കുന്ന സഞ്ജുവിനരിയിലിരിക്കുമ്പോൾ ഒരു കരച്ചിൽ പ്രിയയുടെ നെഞ്ചിൽ പിടഞ്ഞു. ആ വെളുത്ത കവിളിൽ തെളിഞ്ഞു കാണുന്ന തൻ്റെ കൈയിൻ്റെ പാട്, ആ നിമിഷം അതവളെ ഒരുപാട് വേദനിപ്പിച്ചു. ഒട്ടും സഹിക്കാൻ വയ്യാഞ്ഞിട്ടാവും അവൻ ആ വഴിയിലേക്ക് ഇറങ്ങി തിരിച്ചെന്നറിയാഞ്ഞിട്ടല്ല കൈനീട്ടി അടിച്ചത്. പകരം ജീവിതമാണ്. അതൊരിക്കലും വർണ്ണങ്ങൾ മാത്രം നിറഞ്ഞൊരു പൂന്തോട്ടമാവില്ല. പലപ്പോഴും ജീവൻ വരെ അപകടത്തിലായേക്കാവുന്ന പോരാട്ട ഭൂമിയായേക്കും. അപ്പോഴെല്ലാം ഒരു ഭീരുവിനെ പോലെ ശരാശരി ഒരു പുരുഷന്റെ വിവരക്കേടിലേക്ക് അവൻ കൂടി നടന്നു കയറിയതെന്നുള്ള താക്കീത് കൂടിയായിരുന്നു ആ അടി. മദ്യപാനം ഒരാളുടെയും പ്രശ്നം കുറക്കുന്നില്ല, മറിച്ച് അതവനിൽ പുതിയ പല പ്രശ്നങ്ങളെയും സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നതെന്ന് ചെറിയൊരു പ്രതിസന്ധി വരുമ്പോഴേക്കും ഷാപ്പിലേക്കും ബാറിലേക്കും പോകുന്നവർ അറിയുന്നില്ലല്ലോ. പ്രശ്നങ്ങളുള്ളവരെല്ലാം മദ്യത്തിൽ അഭയം പ്രാപിക്കാൻ തുടങ്ങിയാൽ ലോകത്തിൽ കുഞ്ഞുമക്കളടക്കം മദ്യപാനികളാവേണ്ടതല്ലേ? എന്തേ അങ്ങോട്ട് ഇറങ്ങി തിരിക്കും മുന്നേ അവനത് ഓർത്തില്ല. നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവൻ്റെ മുടിയൊന്നൊതുക്കി പ്രിയ എഴുന്നേറ്റു. ലൈറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി തിരിയുമ്പോഴാണ് അവൾ നോക്കി വാതിൽപ്പടിയിൽ കൈകെട്ടി നിൽക്കുന്ന ആദിയെ കണ്ടത്. അവളെ കളിയാക്കുന്ന പോലൊരു ചിരിയുണ്ട് അവനിൽ. പ്രിയ വേഗം മുഖത്തൊരു ഗൗരവം വരുത്തി. അടുക്കളയെ ഒതുക്കാൻ അവൾക്കൊപ്പം അവനും കൂടിയിരുന്നു. അപ്പോഴെല്ലാം ഈ കാരണം കൊണ്ട് മുഖം വീർപ്പിച്ച് ജാടയിട്ട് നിന്നിട്ട് പിന്നെയും സഞ്ജുവിന്റെ മുറിയിൽ തന്നെ അവൻ കണ്ടതിന്റെ ജാളിതയുണ്ടായിരുന്നു അവൾക്കും. മാഷി കഴിച്ചു കഴിഞ്ഞുടനെ പോയി കിടന്നിരുന്നു. അടുക്കള വൃത്തിയാക്കി ലൈറ്റ് ഓഫ് ചെയ്ത് തിരിയുമ്പോൾ അവൻ പുറത്തേക്ക് ഇറങ്ങി പോകുന്ന കണ്ടിട്ടാണ് പ്രിയ സഞ്ജുവിന്റെ മുറിയിലേക്ക് ചെന്നത്. അവനെയൊന്ന് കാണാതെ തനിക്കിന്ന് മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ലെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു. ആദിയെ നോക്കാൻ നടന്നു വന്നവൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ അവൻ വഴിയൊഴിഞ്ഞു കൊടുത്തു. ചമ്മിയ മുഖം താൻ കാണാതിരിക്കാൻ മുഖം കുനിച്ചിറങ്ങിപ്പോകുന്നവളെ കാണെ പൊട്ടി വന്ന ചിരി ഒതുക്കാൻ ആദി ചുണ്ടുകൾ ചേർത്ത് പിടിച്ചു. സഞ്ജുവിനെ ഒന്ന് നോക്കി ആ മുറിയുടെ വാതിൽ ചാരി ഹാളിൽ തെളിഞ്ഞു കത്തുന്ന ലൈറ്റും ഓഫാക്കി പ്രിയക്ക് പിറകെ സ്വന്തം മുറിയിലേക്ക് കയറുമ്പോൾ
തിരയൊടുങ്ങിയ കടൽ പോലെ അവന്റെ മനസ്സ് ശാന്തമായിരുന്നു. വാതിൽ ലോക്ക് ചെയ്യുമ്പോൾ അവൾ കേൾക്കാനായി മാത്രം ചൂളം വിളിച്ചുകൊണ്ട് അവൻ ആ പാട്ട് പാടുമ്പോൾ പ്രിയ അവനെ കൂർപ്പിച്ച് നോക്കി. ഹലോ, കള്ളു മൂക്കറ്റം വലിച്ചേറ്റ് നിന്റെ കയ്യിൽ നിന്നും പാരിതോഷികേറ്റുവായി കിടക്കുന്നവനോട് സ്നേഹം. അവനാരെങ്കിലും കണ്ട് സീനാവുന്നതിന് മുമ്പ് ഇങ്ങോട്ട് ഏറ്റി വലിച്ചു കൊണ്ടുവന്ന എന്നോട് കലിപ്പ്. ഇത് എവിടുത്തെ ന്യായാണ് ഹേ? ഒടുത്തിരുന്ന മുണ്ടെന്ന് മടക്കി കുത്തി മീശ വിരിച്ചുകൊണ്ട് തനിക്ക് നേരെയുള്ള ആദിയുടെ വരവ് കണ്ടതും പ്രിയയെ ഒന്ന് വിറച്ചു പോയി. പക്ഷേ അവൾ ആ ഭാവം മുഖത്ത് വരുത്തിയില്ല. അവനെ നിങ്ങൾ കൊണ്ടുപോയി കുടിപ്പിച്ചാണെന്ന് എനിക്കൊരു സംശയമുണ്ട്. പ്രിയ ആദിയെ നോക്കി വീറോടെ പറഞ്ഞു കേട്ടതും ആദിയുടെ കണ്ണുകൾ മിഴിഞ്ഞു, വാ പൊളിഞ്ഞു. പ്രിയക്ക് അവൻ്റെ ആ കോലത്തിലുള്ള നിൽപ്പ് കണ്ടതും ചിരി വന്നു. പക്ഷെ അത് ഒതുക്കി കഷ്ടപ്പെട്ടുകൊണ്ട് അവൾ ഗൗരവത്തോടെ നിന്നു. എന്താ നീ പറഞ്ഞേ? ആദി വല്ലാത്തൊരു നോട്ടത്തോടെ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. സഞ്ജുവിനെ കൊണ്ടുപോയി കുടിപ്പിച്ചത്. അവനരികിലേക്ക് വരുന്നതിനനുസരിച്ച് പുറകിലേക്ക് നീങ്ങിക്കൊണ്ട് പ്രിയ വിക്കി. പറയൂ, കുടിപ്പിച്ചത്? ആദി വീണ്ടും പ്രിയയുടെ അരികിലേക്ക് ചെന്നു. കുടിപ്പിച്ചത്? പ്രിയ ശരിക്കും വിറച്ചു തുടങ്ങിയിരുന്നു. ആ, അത്രയും ഞാനും കേട്ടു. ഇനി അതിന്റെ ബാക്കി പറയൂ കൃഷ്ണ നീ. അവളെ തൊട്ടു തൊട്ടില്ലെന്ന മട്ടിലാണ് അവന്റെ നിൽപ്പ്. കുടിപ്പിച്ചത് ആദിയേട്ടനാണെന്ന്. പിന്നിലെ ചുമരിലേക്ക് ചാരി പ്രിയ വെപ്രാളത്തോടെ അവനെ നോക്കി. ആദിയേട്ടനാണെന്ന് എനിക്ക് സംശയമുണ്ടോ? സ്വകാര്യം പറയും പോലെ ആദ്യം അവളുടെ അരികിലേക്ക് ചേർന്നിട്ട് പതിയെ ചോദിച്ചു. ഒരു സൈഡിൽ കൈകുത്തി അവളിലേക്ക് ചാഞ്ഞുകൊണ്ടുള്ള ആ നിൽപ്പ് പ്രിയക്ക് ശ്വാസം മുട്ടുന്ന പോലെ തോന്നി. അവൻ തന്നെ സ്പർശിക്കുന്നില്ല, പക്ഷെ ആ കണ്ണുകൾക്ക് വല്ലാത്തൊരു തിളക്കം. ആ നോട്ടം അത് ഈ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് പോലെ. ചുണ്ടിലെ ചിരിക്കു പോലും ആ വശ്യത. സ്വരം വളരെ പതുക്കെയാണ്, പക്ഷെ തീ പിടിച്ചതുപോലൊരു ചൂട്. അതിനേക്കാളുപരി ഒരു നൂലിഴത്തുമ്പിൻ്റെ അകലത്തിൽ മാത്രമായുള്ള അവൻ്റെ ആ നിൽപ്പ്. പ്രിയക്ക് അവനെ തള്ളി മാറ്റി ഇറങ്ങി ഓടാൻ തോന്നി. പക്ഷേ ആ നോട്ടം അവളെ തടവിലാക്കിയതുപോലെ ഒരു തോന്നൽ. അവനിൽ ആ പഴയ ഗൗരവക്കാരൻ്റെ നിഴൽ പോലുമില്ലെന്ന് അവൾക്കപ്പോൾ തോന്നി. മുന്നിൽ നിൽക്കുന്നവൻ തീർത്തും വ്യത്യസ്തനാണ്. ഈ ഭാവം, ചിരി, സംസാരം, നോട്ടം എല്ലാം പുതുതാണ്. അന്ന് വരെ അവനിൽ പ്രകടമാവാത്ത വിധമൊന്ന്. ഇനി ഇവൻ പോലും അറിയാതെ താൻ ഹൃദയത്തിൽ ഒളിപ്പിച്ച ഇഷ്ടം പോലെ ഇവനും. ആ ഓർമ്മയിൽ അവളൊന്നുലഞ്ഞുപോയി. പറയൂ കൃഷ്ണ, നിനക്ക് സംശയമുണ്ടോ? ആദ്യം അവളുടെ കണ്ണിലേക്ക് നോക്കി വീണ്ടും ചോദിച്ചു. ഇല്ല. പ്രിയ വിക്കിക്കൊണ്ടില്ലെന്ന് തലയാട്ടി. ഇല്ലേ? ആദി ചിരിയോടെ വീണ്ടും ചോദിച്ചു. ഇല്ല. പ്രിയ കുറച്ചുകൂടി ശക്തിയിൽ തലയാട്ടി. എന്നിട്ടുണ്ടെന്നാണല്ലോ നീ ആദ്യം പറഞ്ഞത്. ആദി പുരികം പൊക്കി അവളെ നോക്കി. ആദ്യം വെറുതെ പറഞ്ഞ. പ്രിയ വെപ്രാളത്തോടെ പറഞ്ഞു. ശരിക്കും? ആദിയുടെ ശ്വാസം അവളുടെ മുഖത്ത് തട്ടുന്ന വിധത്തിലാണ് അവന്റെ നിൽപ്പ്. ഇനി മാറ്റി പറയില്ലല്ലോ? ഇല്ല. വളരെ വേഗം അവളതും സമ്മതിച്ചു കൊടുത്തു. ആദി പിന്നെയൊന്നും പറയാതെ അവളെ സൂക്ഷിച്ച് നോക്കി നിന്നു. ആദിയിട്ട് മാറിക്കേ, എനിക്ക് ഉറക്കം വരുന്നു. അവന്റെ നോട്ടം താങ്ങാൻ കഴിയാതെ പ്രിയ പതർച്ചയോടെ പറഞ്ഞു. ഇല്ലെങ്കിൽ? ആദി കുസൃതിയോടെ അവളെ നോക്കി. ഇല്ലെങ്കിൽ ഞാൻ മുത്തച്ഛനെ വിളിച്ചു പോവും. പ്രിയ ചൊടിയോടെ പറയുന്ന കേട്ടതും ആദി ഉറക്കെ ചിരിച്ചു. എന്തു പറഞ്ഞിട്ട് വിളിക്കുന്നീ? ചിരിക്കൊടുവിൽ ആദി വെല്ലുവിളി പോലെ ചോദിച്ചു. അത് പിന്നെ? പ്രിയ നഖം കടിച്ചുകൊണ്ട് അവനെ നോക്കി. എന്തു പറയും നീ മുത്തച്ഛനെ വിളിച്ചു വരുത്തിയിട്ട്? ആദ്യണ്ണും സഞ്ജുവും പോയി കള്ളുടിച്ചെന്ന് പറയും ഞാൻ. പ്രിയ ചിരിയോടെ അവനെ നോക്കി പുരികം പൊക്കി. അതിന് കള്ളു പിടിച്ച അവനല്ലേ, ഞാനാണോ? ആദി കണ്ണുരുട്ടിക്കൊണ്ട് അവളെ നോക്കി. ആണ്, പക്ഷെ പറയുമ്പോൾ ഒരു പഞ്ച് വേണ്ടേ? ആദ്യണ്ണ കൂടി ഗിഫ്റ്റ് കിട്ടുന്ന രീതി വേണ്ടേ? ഞാൻ പറയാൻ. സഞ്ജുവിനെ അങ്ങനെ അങ്ങ് ഒറ്റക്കാക്കി വിടാൻ നോക്കുമോ? അവനെൻ്റെ ആങ്ങളല്ലേ, പാവല്ലേ അവൻ. പ്രിയ അവനെ നെഞ്ചിൽ പിടിച്ച് പിന്നിലേക്ക് തള്ളി മാറ്റി ചിരിയോടെ ചോദിച്ചു. എന്നിട്ടാണോടി വേണേ നീന്റെ ചെക്കൻ്റെ മുഖം പൊളിയും ഇത് അടിച്ചു പൊളിച്ചത്? ആദി നടുവിന് കൈകുത്തി നിന്ന് പ്രിയയെ നോക്കി. അതൊരു പെങ്ങളുടെ കടമയാണ്, ആദ്യമായിട്ട് അതിൽ ഇടപെടണ്ട. ഇത് ഞാനും എൻ്റെ ആങ്ങളെയും തമ്മിലുള്ള കേസാ. പ്രിയ അവിടെ നിന്ന് കിടക്കിടെ നേരെ നടക്കുന്നതിനിടെ നേർത്തൊരു ചിരിയോടെ പറഞ്ഞു. അവൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തു എന്ന് നീ വിശ്വസിക്കുന്നുണ്ടോ കൃഷ്ണ? കിടക്കയിലിരുന്നു കൊണ്ട് തന്നെ ഇല്ലെന്ന് അവൾ തലയാട്ടി കാണിക്കുമ്പോൾ ആദിയുടെ മുഖം തെളിഞ്ഞു. സഞ്ജുവിനെ പ്രിയ തെറ്റിദ്ധരിച്ച് കാണുമോ എന്നൊരു ഭയമുണ്ടായിരുന്നു അവനുള്ളിൽ. രണ്ടുപേരുടെയും സ്നേഹം കാണുമ്പോൾ സന്തോഷിച്ചവന് ഈ ഒരു കാരണം കൊണ്ട് അത് ഇല്ലാതായി പോകുമോ എന്ന് നല്ല വേവലാതി ഉണ്ടായിരുന്നു. അവന് ഒട്ടും സഹിക്കാൻ വയ്യായിട്ടാണ് കൃഷ്ണ. സഞ്ജു ഇങ്ങനെയൊന്നും അല്ല. എനിക്കറിയാതെ ഏട്ടാ, പക്ഷെ ഞാൻ
ഞാൻ ചെയ്ത തെറ്റാണെന്ന് എനിക്കിപ്പോഴും തോന്നുന്നില്ല. ജീവിതത്തിൽ ഇനിയും നിറയെ പ്രശ്നങ്ങൾ കാണും. നമ്മൾക്ക് ഇപ്പോഴും ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടില്ല. കുഞ്ഞൊരു പ്രശ്നം വരുമ്പോഴേക്കും മധ്യത്തിൽ അഭയം കണ്ടെത്തിയ അതിനല്ലേ പിന്നെ നേരം കാണും. അതില്ലാതാക്കാനാണ് ഒരു താക്കീത് പോലെ ഞാൻ സഞ്ജുവിനെ അടിച്ചത്. എത്ര ബോധമില്ലെങ്കിലും ആ അടിയുടെ വേദന അവൻ മറക്കില്ല. പ്രിയ വേദന നിറഞ്ഞൊരു ചിരിയോടെ പറഞ്ഞതും ആദ്യം അവൾ അത്ഭുതത്തോടെ നോക്കി. അത് ശരി, താനാള് കൊള്ളാലോ കൃഷ്ണ, ഇത്രയും വിവരമൊക്കെ ഉണ്ടോ? കണ്ടാ പറയൂല കേട്ടോ. ആദ്യം ഒരു കള്ളച്ചിരിയോടെ കിടക്കയിലേക്ക് ഇരുന്നുകൊണ്ട് തലയിണ ഉയർത്തി വെച്ച് അതിലേക്ക് ചാരി. പ്രിയ അവനെ കൂർപ്പിച്ചു നോക്കിയതും അവൻ ചിരിയോടെ കണ്ണു ചിമ്മി. ആദി സാറിന് മൊത്തത്തിലൊരു മാറ്റം ഉണ്ടല്ലോ. പ്രിയ അവനെ ചുഴിഞ്ഞു നോക്കി പതിയെ പറയുമ്പോൾ ആദി വീണ്ടും ചിരി ഒതുക്കി. ഉണ്ടോ? അവൻ കാലു വിറപ്പിച്ചുകൊണ്ട് കൈകൾ നെഞ്ചിൽ കെട്ടിയിരുന്നുകൊണ്ട് അവളെ നോക്കി. ആ ഉണ്ട്. പ്രിയ അവന് നേരെ തിരിഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല. ആദ്യം അവളെ ശ്രദ്ധിച്ചുകൊണ്ട് നിസ്സാരമായി പറഞ്ഞു. പക്ഷേ എനിക്ക് നല്ലപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പ്രിയയുടെ ശബ്ദം പതിഞ്ഞു. ഓ, എങ്കിൽ കൃഷ്ണയൊന്ന് പറഞ്ഞു തന്നേ, എനിക്കെന്താ മാറ്റം? ആദ്യം അവളെ നോക്കി. അതിപ്പം ഞാൻ തനിക്ക് തോന്നുന്ന അവനോട് പറഞ്ഞാൽ അവൻ തന്നെ തെറ്റിദ്ധരിക്കുമെന്നൊരാശങ്കയായിരുന്നു അവൾക്കുള്ള മുഴുവൻ. പറയൂ കൃഷ്ണ. ആദി വീണ്ടും പറഞ്ഞു. അതങ്ങനെ പറഞ്ഞു തരാനൊന്നും കഴിയില്ല, വേണമെങ്കിൽ സ്വയം കണ്ടുപിടിക്കണം മിസ്റ്റർ. പ്രിയ കണ്ണുരുട്ടിക്കൊണ്ട് അവനെ നോക്കി. പക്ഷേ കൃഷ്ണക്കുള്ള മാറ്റങ്ങൾ എനിക്ക് വ്യക്തമായിട്ടും പറഞ്ഞു തരാനാവും കേട്ടോ. എനിക്കെന്ത് മാറ്റം? ഒന്നുമില്ല. പ്രിയ പതറിക്കൊണ്ടാണ് പറയുന്നത്. ഇല്ലേ? ആദ്യം അവളെ ചുഴിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു. ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞ് കേൾക്കട്ടെ. പ്രിയ വെല്ലുവിളി പോലെ ആദ്യയെ നോക്കി. അയ്യടാ, മോളുടെ ആ വേല കയ്യിലിരിക്കട്ടെ, അതൊക്കെ സ്വയം കണ്ടുപിടിക്കണം മിസ്റ്റർ. അവളെ നോക്കി വല്ലാത്തൊരു ചിരിയോടെ പറഞ്ഞുകൊണ്ടവൻ തലയിണ നേരെ വെച്ച് ഒറ്റ കിടത്തം. പകരം വീട്ടിൽ ഒരു ചാരിതാർത്ഥ്യത്തോടെയുള്ള അവന്റെ കിടപ്പ് കണ്ടപ്പോൾ മറ്റെല്ലാം മറന്ന പോലെ പ്രിയ ഉറക്കെ പൊട്ടിച്ചിരിച്ചു പോയി. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.